എല്ലാവർക്കും നമസ്കാരം. HST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി മോഡൽ ക്വസ്റ്റ്യൻ 2 ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ആദ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്തത്. വളരെ സന്തോഷമുണ്ട്. സോ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് 50-55 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. റിവിഷൻ നല്ല രീതിയിൽ ആവശ്യപ്പെടുന്നൊരു സമയമാണിത്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് സമയം HST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സമയം ഓരോ ദിവസവും മാറ്റി വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് അവസാനത്തെ HST പരീക്ഷയാണ്. ഇനിയൊരു HST പരീക്ഷ ഉണ്ടാവില്ല. ഏജ് ഓവറാകാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് അവസാനത്തെ കച്ചിത്തുരുമ്പാണ്. ജോലി എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ സമയമാണ്. ആ സമയം ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ വേറെ പല കാര്യങ്ങളും പറഞ്ഞ് സമയമില്ലെന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ മാറി നിന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടി വരും. എന്നാൽ ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ HST പരീക്ഷയ്ക്ക് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്താൽ അത് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ ഇനിയുള്ളൊരു 35-40 വർഷത്തേക്ക് ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടാകും ആ സമയം ഇൻവെസ്റ്റ് ചെയ്തെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഡെയിലി കൂടുതൽ സമയം, അത് രാവിലെയോ ഏർലി മോർണിംഗിലോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ ആയിട്ട് കൂടുതൽ സമയം പഠിച്ചു, റിവൈസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുക. ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്കിനി വേണ്ടത് നല്ല സൂപ്പർ ചോദ്യങ്ങളാണ്. സോ ഞാൻ പല പരീക്ഷകൾക്കും ചോദിച്ച നിലവാരമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ വേറെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പല കോഴ്സുകൾക്കും ചോദിച്ച നമ്മുടെ സെയിം നിലവാരമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തരാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. The given sentences in the following questions may need some improvement. Find which of the alternatives given below is a better option. ഈ ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. സംഭവം പോയിൻ്റ് ഔട്ട് ദ എറർ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ വേറൊരു വകഭേദമാണിത്. പോയിൻ്റ് ഔട്ട് ദ എറർ എന്ന് പറയുന്നതിൻ്റെ ഒരു വകഭേദമായിട്ട് നമുക്കിതിനെ കാണാം. അതായത് ഇവിടെ പറയുന്നത്, ഈ പറയുന്ന സെൻറ്റൻസ് വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് വെരി മച്ച്, ഈ സെൻറ്റൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്, ശരിയാക്കാൻ പറ്റുന്നത്? അതാണ് 3 കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു തെറ്റുമില്ലെങ്കിൽ നോ ഇംപ്രൂവ്മെൻറ്റ് എന്ന ഓപ്ഷൻ എഴുതണം. ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇംപ്രൂവ്മെൻറ്റ് ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്, ആദ്യം അത് മനസ്സിലാക്കുക. വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് വെരി മച്ച്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസം കുറേ പേര് മാർക്ക് കമൻറ്റ് ചെയ്തിരുന്നു, ഞാൻ കണ്ടു. 17-18 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ വീഡിയോയിൽ ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ്, എക്സ്പ്ലനേഷൻ പറയുന്നതിന് മുമ്പ് പോസ് ചെയ്ത് നിങ്ങൾ ചെയ്തതിന് ശേഷം എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. എന്നിട്ട് നെഗറ്റീവ് കഴിഞ്ഞുള്ള മാർക്ക് നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. 3 തെറ്റിനൊരു നെഗറ്റീവ് മാർക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇവിടെ വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് എൻജോയ്ഡ് വെരി മച്ച് ഉണ്ട്. വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ടു എൻജോയ് വെരി മച്ച് ഉണ്ട്. വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് അവേഴ്സെൽസ് വെരി മച്ച് ഉണ്ട്. ഈ എൻജോയ്ഡ് എന്ന് പറയുന്ന വെർബ്, ഞാനിനി പറയുന്ന എക്സ്പ്ലനേഷൻ കേട്ടോണം. എൻജോയ്ഡ് എന്ന് പറയുന്ന വെർബ് ഒരു റിഫ്ലക്സീവ് വെർബാണ്. പലപ്പോഴും ക്ലാസ് റൂമുകളിൽ നിങ്ങൾ കേൾക്കാത്തൊരു വാക്കാണ് റിഫ്ലക്സീവ് വെർബ് എന്ന് പറയുന്നത്. എന്താണ് ഒരു റിഫ്ലക്സീവ് വെർബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഇപ്പം കിൽഡ് എന്ന് പറയുന്ന ഒരു റിഫ്ലക്സീവ് വെർബാണോ? അല്ല. രാമ കിൽഡ് രാവണ. ഈ വെർബ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് രാവണ എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ്, മറ്റൊരാളാണ്. എന്നാൽ ഒരു വെർബ് ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് സബ്ജക്റ്റ് തന്നെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിഫ്ലക്സീവ് വെർബ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ റിഫ്ലക്സീവ് പ്രോനൗൺ നിർബന്ധമായിട്ടും ശേഷം ഉപയോഗിച്ചിരിക്കണം. അതായത് വി എൻജോയ്ഡ് എന്ന് പറയുമ്പം എൻജോയ്ഡ് എന്ന് പറയുന്ന ക്രിയയുടെ ഫലം അനുഭവിക്കുന്നത് വി ആണ്, സബ്ജക്റ്റ് തന്നെയാണ്, അല്ലാതെ വേറൊരാളല്ല. അങ്ങനെ വരുമ്പം അവർ സെൽഫ്, വി ആവുമ്പം അവർ സെൽഫ്, ഹി ഹിംസെൽഫ്, ഷീ ഹെർസെൽഫ്, ദേ ദംസെൽഫ്, ഇറ്റ് ഇറ്റ്സെൽഫ്, യു യുവർ സെൽഫ്, ഷീ ഹെർസെൽഫ്, ഇങ്ങനെയാണ് നമ്മളത് സാധാരണ എഴുതുന്നത്. അതുകൊണ്ട് വി എൻജോയ്ഡ് അവർ സെൽഫ്, ഹി എൻജോയ്ഡ് ഹിംസെൽഫ്, ഷീ എൻജോയ്ഡ് ഹെർസെൽഫ്. ദ റൈറ്റ് ആൻസർ ഈസ് സി ആണ്. വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് അവർ സെൽഫ് വെരി മച്ച്. നെക്സ്റ്റ്, ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. നമ്മൾ പഠിപ്പിച്ചതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ക്ലോസ്, ഇഫ് ക്ലോസിൻ്റെ 3ാമത്തെ കണ്ടീഷനാണ്. എങ്ങനെ മനസ്സിലായി? വുഡ് ഹാവ് ബോട്ട്. വുഡ് ഹാവ് ബോട്ട് എന്ന് പറഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3, വുഡ് ഹാവ് പ്ലസ് V3 എന്ന ഫോമിൽ വരുന്നത് വുഡ് ഹാവ് ഗോട്ടാണ്. ഓക്കെ, അപ്പോൾ അത് 3ാമത്തെ കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ വരേണ്ടത്
ഹാഡ് പ്ലസ് V3 ആണ്. ഇവിടെ വരേണ്ടത് ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പ്ലസ് V3. ഇവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ, കൂടെ ഒരു V3 ഇല്ല. ഹാഡ് മാത്രമേ ഉള്ളെങ്കിൽ അത് രണ്ടാമത്തെ കണ്ടീഷനാണ്. ഓക്കെ, ഹാഡിൻ്റെ കൂടെ ഒരു V3 വേണം, അല്ലെങ്കിൽ ഹാഡിൻ്റെ കൂടെ മറ്റൊരു ഹാഡ് വേണം. ഹാഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കണ്ടീഷനാണ്. സോ ദ ആൻസർ ഈസ് ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. അതാണ് കറക്റ്റ്. ബാക്കി നോക്കാം. ഹാവ് ഹാഡ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ്, അതൊരു പ്രയോഗമില്ല. ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞ പ്രയോഗം ഇഫ് ക്ലോസിലില്ല. ഹാവ് ദ മണി അത് ഫസ്റ്റ് കണ്ടീഷൻ. ഇഫ് ഐ ഹാവ് ദ മണി ഫസ്റ്റ് ഐ വിൽ ബൈ എ കാർ എന്ന് വരേണ്ടത്. ഇഫ് ഐ ഹാവ് ദ മണി ഐ വിൽ ബൈ എ കാർ എന്ന് വരേണ്ടത്. ആൻസർ ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ. ഇഫ് ക്ലോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ചെയ്ത് നോക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ സ്യൂട്ടബിൾ പ്രൊനൗൺ. ഗുഡ് മോർണിംഗ് ജെന്റിൽമെൻ, ഡാഷ് ഓഫ് യു ഈസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ. ലൈനിൽ ആദ്യത്തെ ആരാണെന്ന് ഏതാണ്? നമ്മൾ മലയാളത്തിൽ പറയുമ്പം ആരാണ് ആദ്യത്തെ ലൈനിൽ? ഇവിടെ നമ്മൾ ഹൂ ആണ് ചിന്തിക്കുന്നത് അല്ലേ? ഹൂ അല്ല. ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിച്ച് ഓഫ് എന്നാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഹൂ വരില്ല എന്ന് കാരണം ഞാൻ പറഞ്ഞില്ല. ഹൂ ഓഫ് എന്ന് ഉപയോഗിക്കത്തില്ല. പിന്നെ ഉപയോഗിക്കുന്നത് ഹൂ എമങ് എന്നാണ്. ഹൂ എമങ്, നിങ്ങളിൽ ആരാണ് എന്ന് പറയുമ്പോൾ ഹൂ എമങ് യു എന്ന് പറയാം. വിച്ച് ഓഫ് യു എന്ന് ഉപയോഗിക്കും, ഹൂ ഓഫ് യു എന്ന് ഉപയോഗിക്കുന്നില്ല. ഹൂ എമങ് എന്നാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആൻസർ വിച്ച് വന്നത്. പ്രൊനൗൺ ക്വസ്റ്റ്യൻ ആണ്, സൂപ്പർ ചോദ്യമാണെന്ന് പറയേണ്ടി വരും. നെക്സ്റ്റ്, ഐ നോ ഇറ്റ് വാസ് ഹാർഡ് ടു മേക്ക് ഡാഷ് ഡിസിഷൻസ്. ദിസ്, ദീസ്, ദോസ്, ദാറ്റ്. രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ആവറേജ് ചോദ്യം. ഒന്ന്, ടെൻസ്. ഏതാണ് ടെൻസ്? ഐ നോ ഇറ്റ് വാസ് ഹാർഡ് ടു മേക്ക്. ടെൻസ് വാസ് ആണ്. രണ്ട്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഡിസിഷൻസ്. ഡിസിഷൻസ് എന്ന് പറയുമ്പം ദീസും ദോസുവേ വരാൻ സാധ്യതയുള്ളൂ. കാരണം സിംഗുലറിൻ്റെ കൂടെ ഒരിക്കലും ദിസും, അപ്പോൾ പ്ലൂറലിൻ്റെ കൂടെ ഒരിക്കലും ദിസും ദാറ്റും ഉപയോഗിക്കത്തില്ല. ഡിസിഷൻ ആയിരുന്നെങ്കിൽ ഓക്കെ, ദിസ് ഡിസിഷൻ, ദാറ്റ് ഡിസിഷൻ, ദീസ് ഡിസിഷൻസ്, ദോസ് ഡിസിഷൻസ്. ആൻസർ ഇതിനകത്ത് ഏതാണ്? ടെൻസ് വാസ്. പാസ്റ്റിൽ ദീസ് വരുത്തില്ല. ഇവ എന്ന് പറയുന്നത് പ്രസൻറ്റാ, അവ എന്ന് പറയുമ്പോഴാണ് പാസ്റ്റിൽ വരും. ദോസ്. ഓക്കെ, ഇങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നത്. അഞ്ചാമത്തെ ചോദ്യം. ചൂസ് ദ ആപ്റ്റ് വൺ വേർഡ് ഫോർ ദ ഗിവൻ വേർഡ്സ് ഓർ സെന്റൻസസ്. സംതിങ് വിച്ച് ഈസ് ഇമാജിൻ ടു ബി റിയൽ ബട്ട് ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്. സൂപ്പർ ചോദ്യമാണ്. സംതിങ് വിച്ച് ഈസ് ഇമാജിൻ ടു ബി റിയൽ ബട്ട് ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്. നമ്മൾ റിയൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം, പക്ഷേ അതൊരു ഭാവനയിലുള്ളതാണ്, അത് യാഥാർത്ഥ്യമല്ല. നമ്മളിവിടെ ഫിഗ്മെൻറ്റ്, ഇൻസൈറ്റ്, ഷാളോ. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. ഷാളോ എന്ന് പറഞ്ഞാൽ ആഴമില്ലാത്തത്, ഡീപ്പിൻ്റെ ഓപ്പോസിറ്റാണ്. ബാക്കി രണ്ടിൽ ഏതാണ്? ഫിഗ്മെൻറ്റ്, മിറാഷ്. മിറാഷ് എന്ന് പറഞ്ഞാൽ കാനൽ ജലം. നമ്മൾ വെയിലത്ത് നല്ല തുറസായ സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ നേരെ കിടക്കുന്ന റോഡിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പം ദൂരെ വെള്ളം കിടക്കുന്നത് പോലെ തോന്നാറുണ്ട്. മൃഗങ്ങൾ പലപ്പോഴും പറ്റിക്കപ്പെടാറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കാനൽ ജലം അഥവാ മിറാഷ്. മിറാഷ്. പിന്നെ ഒയാസിസ്, മരുപ്പച്ച, മരുഭൂമിയിൽ കാണുന്ന പച്ചപ്പ്, തോന്നലാണ്. അതേപോലെതാണ് മിറാഷ്. എനിക്കൊന്ന് ഒയാസിസ് കുറച്ചുകൂടെ റിയൽ ആണെന്ന് തോന്നുന്നു, മിറാഷ് അൺറിയലാണ്. ഒറ്റ നോട്ടത്തിൽ മിറാഷ് ആണെന്ന് എഴുതി വെക്കും, പക്ഷെ അല്ല, അത് വാട്ടർന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം. ഇമാജിൻഡ് ആയിട്ട് കാണപ്പെടുന്ന വാട്ടർ എന്ന്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംതിങ് വിച്ച് ഈസ് ഇമാജിൻഡ് ടു ബി റിയൽ ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പം മിറാഷ് അല്ല, ഫിഗ്മെൻറ്റ്. ഇതിൻ്റെ കറക്റ്റ് വൺ വേർഡ് ഫിഗ്മെൻ്റ് ആണ്. യാഥാർത്ഥ്യമാണെന്ന് തോന്നിക്കുന്നു, പക്ഷേ യാഥാർത്ഥ്യമല്ല, ഇമാജിനറിയാണ്. നെക്സ്റ്റ്, എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ പേഴ്സൺ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ. ഒരു പേഴ്സൺ ഒരു വിഡ്ഢിയെ പോലെ പെരുമാറുന്നു അത്രയും വയസ്സാകുമ്പോൾ. സൂപ്പർ ഒരു ചോദ്യമാണ്. കാരണം സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ റിട്ടയർമെൻറ്റിന് ശേഷമുള്ളത്. സെനിലിറ്റി വീക്ക്നെസ് ഓൾഡ് ഏജ് ആണ്. ഡോട്ടേജ് അതും ഓൾഡ് ഏജിൻ്റെ വീക്ക്നെസ് ആണ്. ഇംബെസിലിറ്റി എന്ന് പറഞ്ഞ വാക്കുണ്ട്. നമുക്ക് ഈ രണ്ട് വാക്കുകളിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഉത്തരമല്ല, ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇതിൻ്റെ ഉത്തരം, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാർക്ക് കമൻറ്റ് ചെയ്യുന്നതോടൊപ്പം ഇതിൽ രണ്ടിലും ഏതാണ്? സെനിലിറ്റി. സെനിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, വയസ്സാം കാലത്ത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നശിക്കുന്നത് പോലെ ബ്രെയിനും ഡാമേജ് വരും.
ഡാമേജ് വരുമ്പം നമ്മൾ പലപ്പോഴും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, തീരുമാനങ്ങളിൽ എടുക്കുന്നതിൽ തെറ്റുവരിക. പ്രായമുള്ള ആൾക്കാരും രോഗം വന്ന ആൾക്കാരും പലപ്പോഴും പരസ്പര വിരുദ്ധമായിട്ട് പറയുമ്പോൾ നമ്മൾ കളിയാക്കാറുണ്ട്. ഇപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന നടൻ ഇപ്പോൾ പൊതുവേദികളിലൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ വീക്കാണ്, പ്രായമുണ്ട്, അസുഖമാണ്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടും പറയാൻ പണ്ട് ധൈര്യം കാണിക്കാത്ത കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഡാമേജ് ആവുന്ന പോലെ ബ്രെയിനും ഡാമേജ് വരും. അതിനെ വിളിക്കുന്നവരാണ് സെനിലിറ്റി ഓഫ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചതാണ്. ഷേക്സ്പിയറിൻ്റെ നാടകമുണ്ട്. ഏതാണ് ആ നാടകം? കിങ് ലിയർ എന്ന് പറയുന്ന നാടകത്തിൽ നമ്മുടെ കിങ് ലിയറിൻ്റെ മെർഷ്യ എന്ന് പറയുന്ന ട്രാജിക് ഫ്ലോ ആയിട്ട് പറയുന്നതാണ് സെനിലിറ്റി ഓഫ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അതായത് വയസ്സാം കാലത്ത് 3 പെൺമക്കളെ വിളിച്ചിട്ട് എന്നെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് 3 മക്കളോട് ചോദിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 2 മക്കൾ ആനയാണ്, ചേനയാണ്, ആകാശത്തോടെ സ്നേഹിക്കുന്നു, കടലിനോടെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പം 3 ഭാഗമായിട്ട് മുറിച്ച് വെച്ചിരുന്ന രാജ്യത്തിൻ്റെ 2 ഭാഗം അവർക്ക് കൊടുക്കും. ഏറ്റവും പ്രിയപ്പെട്ട മകളായ കൊർഡീലിയെ വിളിച്ച് ചോദിക്കും, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ കൊർഡീലിയ പറയും, ചേച്ചിമാരുടെ പുകഴ്ത്തൽ കേട്ട് മടുത്ത കൊർഡീലിയ പറയും, ഒരച്ഛനെ ഒരു മകൾ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം, അത് കൂടുതലുമില്ല കുറവുമില്ലെന്ന് പറയും. വയസ്സാം കാലത്ത് അവൾ പറഞ്ഞതാണ് സത്യം. പക്ഷേ വയസ്സാം കാലത്ത് തലച്ചോറ് നിരച്ചു പോയ ഈ മനുഷ്യൻ പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നിട്ട് മകളെ ഇറക്കി വിടുകയും ആ ഭാഗവും കൂടെ ബാക്കി 2 മക്കൾക്കും കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ട്രാജഡി ഓഫ് കിങ് ലിയർ നമുക്കറിയാം. 2 പെൺമക്കൾ വാക്കുകളും പ്രവൃത്തിയും രണ്ടാവുന്നു, ഇറക്കി വിടുന്നു, അവസാനം കൊർഡീലിയ എടുത്ത് അഭയം പ്രാപിക്കുന്നു. അവസാനം എല്ലാവരും മരിച്ചു പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് ആ കുടുംബം എത്തിപ്പെടുന്നത് ആര് കാരണമാണ്? ഈ വയസ്സാം കാലത്തെടുത്ത സെനിലിറ്റി ഓഫ് ഓൾഡ് ഏജ് ആണ്. അതല്ല, കറക്റ്റ് വാക്ക് എക്സ്ട്രീം ഓൾഡ് ഏജ് ഫൂള്, ഒരു വിഡ്ഢിയെ പോലെ പെരുമാറുന്നത് ഡോട്ടേജ് ആണ്. ഡോട്ടേജ് അതാണ് റൈറ്റ് ആൻസർ. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓപ്ഷനാണ്. നിങ്ങളിത് പ്രതീക്ഷിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ഫെയർ, ഹൊറിബിൾ. ബ്യൂട്ടിഫുൾ, പ്രെറ്റി, ഫെയർ, ഹൊറിബിൾ. ആൻസർ ഹൊറിബിൾ ആണ്. ഏറ്റവും സിമ്പിൾ ചോദ്യമാണ് അതിനകത്ത്. ഇത്രയും നിസ്സാരമായ ചോദ്യം വരും. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, CSCB പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഓക്കെ, ഹൊറിബിൾ ആണ്. ബാക്കി 3ഉം പ്രെറ്റി എന്നാണ് അർത്ഥം. ഫൈൻഡ് ദ മിസ്പെൽറ്റ് വേർഡ്. സൂപ്പർ ചോദ്യം. ഡിസ്ട്രസ് ശരിയാണ്, ഹോളോകോസ്റ്റ് ശരിയാണ്, പിക്നിക്കും ശരിയാണ്. കൺസെൻഷ്വസ് എന്ന് പറഞ്ഞാൽ പൊതുസമ്മതമുള്ള, അതിൻ്റെ സ്പെല്ലിങ് ഇങ്ങനെയാണ്, CONSCNSUS എന്നാണ്. നെക്സ്റ്റ്, fill in the blanks with suitable phrase or clause. Children can usually dash their parents. കഴിഞ്ഞ വർഷം ചോദിച്ച ഏറ്റവും നല്ല ഫ്രേസൽ വെർബ് ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണെന്ന് ഞാൻ പറയും. ഗെറ്റ് ഓവർ, ഗെറ്റ് ഓൺ, ഗെറ്റ് റൗണ്ട്, ഗെറ്റ് ത്രൂ. ആൻസർ ഏതാണെന്ന് പറയാമോ? ഗെറ്റ് റൗണ്ട്. അതായത് പാരൻസിൻ്റെ മുമ്പിൽ കുട്ടികൾക്കൊരു വിപ്പ് ഹാൻഡ് ഉണ്ട്, ഒരു മേൽക്കൈയുണ്ട്. ഈസിലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും പാരൻസിനെ. വേറെ ആരും പറഞ്ഞാലും ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളെല്ലാം പാരൻസ് കുട്ടികൾ പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. അതാണ് ഗെറ്റ് റൗണ്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇഫ് യു ബോറോ സംതിങ് ഫ്രം സമ്മൺ മേക്ക് ഷുവർ യു ഡാഷ്. കമ്മ്യൂണിക്കേറ്റീവ് പാർട്ടിൽ വരുന്ന ഒരു ചോദ്യമാണിത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അങ്ങനെ ഒരു ഭാഗം ഉണ്ടല്ലോ, അവസാനം സിലബസിൽ കൊടുത്തിട്ടുണ്ടല്ലോ. സൂപ്പർ ചോദ്യമാണ്. കറക്റ്റ് കൊളോക്കേഷൻ. ഗിവ് ദം ബാക്ക് ടു ഇറ്റ് ആണോ, ഗിവ് ഇറ്റ് ബാക്ക് ടു ദം ആണോ, ഗിവ് ബാക്ക് ഇറ്റ് ടു ദം ആണോ, ഗിവ് ഇറ്റ് ടു ദം ബാക്ക് ആണോ? അർത്ഥം എന്താ? നിങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചാൽ ഉറപ്പ് വരുത്തുക നിങ്ങളത് തിരിച്ചു കൊടുത്തു എന്ന്. ഗിവ് ഇറ്റ് ബാക്ക് ടു ദം ആണ്. ഗിവ് ഇറ്റ് ബാക്ക് ടു ദം, അത് തന്നെയാണ് കറക്റ്റ്. ഗിവ് ബാക്ക് ഇറ്റ് തെറ്റ, ഗിവ് ഇറ്റ് ബാക്ക് ടു ദം. ഓക്കെ, നെക്സ്റ്റ്, fill in the blanks with appropriate prepositions. He completed the journey dash 5 hours. മലയാളത്തിൽ അർത്ഥം എടുത്താൽ 5 മണിക്കൂറിനുള്ളിൽ ജേർണി കംപ്ലീറ്റ് ചെയ്തു. ആൻസർ ഇന്ന് അല്ലെങ്കിൽ വിത്തിൻ. ഇത് രണ്ടും വരും. സാധാരണ ഈ 5 hours ഒക്കെ വരുമ്പോൾ 4 ആണ് ഉപയോഗിക്കാറുള്ളത്. 4 ഇവിടെ ഓപ്ഷനിൽ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ശരിയാവത്തില്ല. കാരണം 4 എന്ന് പറയുമ്പോൾ കാലയളവാണെങ്കിൽ പോലും ഹി കംപ്ലീറ്റഡ് ജേർണി ഫോർ 5 hours എന്ന് പറയുന്നതിനേക്കാളും കറക്റ്റ് വിത്തിൻ ഓർ ഇൻ. വിത്തിൻ ആണ് കറക്റ്റ്, ഏറ്റവും കറക്റ്റ് വിത്തിൻ ആണ്, അതിനുള്ളിൽ. ഓക്കെ, ഇൻ ഓർ വിത്തിൻ. നെക്സ്റ്റ്, പ്ലീസ് ഡോണ്ട് കോൾ മീ അണ്ടിൽ ഡാഷ് 8 o'clock ഓൺ സൺഡേ മോർണിംഗ്. കഴിഞ്ഞ വർഷം ചോദിച്ച ഏറ്റവും നല്ല പ്രപ്പോസിഷൻ ചോദ്യം, ഏറ്റവും നിലവാരമുള്ള ചോദ്യം. അണ്ടിൽ ഡാഷ് 8 o'clock ഓൺ സൺഡേ മോർണിംഗ്. അണ്ടിൽ ആഫ്റ്റർ, അണ്ടിൽ അറ്റ്, അണ്ടിൽ ബൈ, അണ്ടിൽ അപ് ടു. അണ്ടിൽ ആഫ്റ്റർ എന്ന് മാത്രമേ പറയൂ. അണ്ടിൽ ആഫ്റ്റർ ഒരു പ്രയോഗമാണ്. അണ്ടിൽ ആഫ്റ്റർ. പ്ലീസ് ഡോണ്ട് കോൾ മീ അണ്ടിൽ ആഫ്റ്റർ 8 o'clock ഓൺ സൺഡേ മോർണിംഗ്. നെക്സ്റ്റ്, ചൂസ് ദ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദ വേർഡ് പ്രസ്പിക്വസ്.
പ്രസ്പിക്കസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? 3 തവണ ചോദിച്ച ഒരു സിനോണിം. അർത്ഥം ക്ലിയർ. അർത്ഥമാണ് പ്രസ്പിക്കസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ക്ലിയർ എന്നാണ്. ചൂസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് ഡീവിയസ്. ഡീവിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റോണിം എന്താണ്? നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ഒന്ന് പറയാം. അൺസ്ക്രപ്പുലസ്, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഡിസോണസ്റ്റ്, ഡിസീറ്റ്ഫുൾ. അൺസ്ക്രപ്പുലസും ഡിസോണസ്റ്റും ഡിസീറ്റ്ഫുള്ളും ഒരർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ വഞ്ചനാപരമായ, സത്യസന്ധതയില്ലാത്ത, അൺസ്ക്രപ്പുലസായ. അപ്പോൾ എന്തായിരിക്കും ഡീവിയസിൻ്റെ അർത്ഥം? ഡീവിയസിൻ്റെ അർത്ഥമാണ് ആ 3 ചതി. ഓക്കെ, അപ്പം നേരെ വാ, അതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇത്രയും കാര്യമുള്ളൂ. ഓപ്ഷൻ നോക്കി എങ്ങനെ ഉത്തരം എഴുതാം, അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ചോദ്യം. നെക്സ്റ്റ്, അൺസ്ക്രപ്പിൾസിൻ്റെ അർത്ഥം അറിയണം, അല്ലെങ്കിൽ പണി വേണം. ചൂസ് ദ കറക്റ്റ് മീനിങ് ഫ്രം ബ്രാക്കറ്റ്സ് ഫോർ ദ ഫോളോയിങ്. അനാർക്കി. 15ഉം 16ഉം ഏറ്റവും നിസ്സാരമായ 1 വേർഡുകളാണ് ചോദിച്ചത്. അനാർക്കി എന്ന് പറഞ്ഞാൽ ഗുഡ് റൂളിംഗ്, ടോട്ടൽ അക്സെപ്റ്റൻസ്, വെൽ ടു ഡു സിസ്റ്റം, നോ ഗവൺമെൻറ്. ആൻസർ നോ ഗവൺമെൻറ്. അരാജകത്വം, രാജാവില്ലാത്ത അവസ്ഥ, ഭരിക്കാൻ ആളില്ലാത്ത ജനങ്ങളുടെ അവസ്ഥയെ ആലോചിച്ച് നോക്കും. അതിനാണ് അനാർക്കി എന്ന് പറയുന്നത്. എത്തീസ്റ്റ് നമുക്കറിയാം. തീസം, എത്തീസം. തീസം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം. എത്തീസം ദൈവത്തിൽ വിശ്വാസമില്ലായ്മ. തീസ്റ്റ് ദൈവവിശ്വാസി, എത്തീസ്റ്റ് ദൈവവിശ്വാസമല്ലാത്തവൻ. ഇതൊക്കെയാണ് പറയുന്നത്. ഫെയ്ത്ത്ഫുൾ ഇൻ ഗോഡ്, ബിലീഫ് ഇൻ വർക്ക്, ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്, ബിലീഫ് ഇൻ സക്സസ്. ഇവിടെ എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്. ഞാനൊരു എത്തീസ്റ്റാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. തീസം ദൈവമായിട്ട് ബന്ധപ്പെട്ട, തിയോസഫി മതവും ദൈവമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. തിയോളജി, തീസം, തീസ്റ്റ്, എത്തീസ്റ്റ് ഇതെല്ലാം ദൈവവും മതവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. നെക്സ്റ്റ്, ദ കമ്പനി ലെറ്റ് മീ ഡാഷ് ടൈം ഓഫ് വർക്ക്. ടേക്ക്, ടു ടേക്ക്, ടുക്ക്, ടേക്കിംഗ്. ടോപ്പിക്കിൻ്റെ പേര് ഇൻഫിനിറ്റീവ്. അപ്പം നമ്മൾ പറയുക ലെറ്റ് ഹിം ഡാഷ്, ലെറ്റ് ഹിം ഡാഷ്. ഗോ, ഗോയിങ്, ഗോസ്, വെൻറ്റ് ഏതുപയോഗിക്കും? ലെറ്റ് ഹിം ഗോ. അതായത് ലെറ്റ് എന്ന് പറയുന്ന വാക്കിന് ശേഷം എപ്പോഴും ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കണം എന്നാണ് റൂള്. ഈ ബെയർ ഇൻഫിനിറ്റീവ് എന്താണെന്ന് അറിയാത്തവർ സിമ്പിളായിട്ട് പറഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം എന്ന് പഠിച്ചാൽ. ടു ഇല്ലാത്ത, എസ് ഇല്ലാത്ത, പാസ്റ്റ് അല്ലാത്ത, പ്രസൻറ്റ് ഫോം. കം, ഗോ, ഈറ്റ്. ആൻസർ ടേക്ക്. ദ കമ്പനി ലെറ്റ് ഉണ്ടായതുകൊണ്ട് ബെയർ ഇൻഫിനിറ്റി, ബെയർ ഇൻഫിനിറ്റ് ടേക്ക്. കണ്ടോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം പരീക്ഷ കളിക്കുമ്പോൾ. എല്ലാത്തിനും ഓരോ റൂളുണ്ട്. ദ കോർ ഡാഷ് കോഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ. കോഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ. ടോപ്പിക്കിൻ്റെ പേര് പറഞ്ഞാൽ പലരും ഞെട്ടും. കൊളോക്കേഷൻ. കൊളോക്കേഷൻ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്, പക്ഷെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു ടോപ്പിക്കാണ് കൊളോക്കേഷൻ. ആൻസർ ദ കോർ ടുക്ക് എന്നാണ്. ദ കോർ ടുക്ക് കോഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ എന്ന് പറയും. ദ കോർട്ട് ടുക്ക് കോഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടേക്ക് കോഗ്നിസൻസ് അല്ലെങ്കിൽ ടുക്ക് കോഗ്നിസൻസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, fill in the blanks with appropriate articles. Dash child is put to dash school when it is 5. സൂപ്പർ ചോദ്യമാണ്. 19 ആർട്ടിക്കിൾ. ഒരു കുട്ടിയെ 5ാമത്തെ വയസ്സിൽ സ്കൂളിൽ വിടും. എ ചൈൽഡ്, ഒരു കുട്ടി. ഈസ് പുട്ട് ടു നോ ആർട്ടിക്കിൾ. എന്തുകൊണ്ട്? സ്കൂള്, കോളേജ്, ഹോസ്പിറ്റല്, ചർച്ച് ഇവ ഏതാവശ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നുവോ അതിന് പോകുന്നു എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ആവശ്യമില്ല. എന്നാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം. ഇപ്പം എവരിഡേ ഐ ഗോ ടു സ്കൂൾ, നോ ആർട്ടിക്കിൾ. എന്നാൽ യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ സ്കൂൾ. എന്തിനാ? ടു മീറ്റ് പ്രിൻസിപ്പൾ. കണ്ട, പ്രത്യേക ആവശ്യത്തിന് പോകുമ്പം ദ സ്കൂൾ എന്ന് ഉപയോഗിക്കണം. സോ ഇവിടെ പ്രത്യേക ആവശ്യമൊന്നുമില്ല. ഒരു കുട്ടിയെ 5ാമത്തെ വയസ്സിൽ സ്കൂളിൽ വിടും. അപ്പോൾ സ്കൂള് ഏതാവശ്യത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് അതിന് തന്നെ പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ ചേർച്ച് എടുത്ത് പരിശോധിച്ചാൽ ഐ ഗോ ടു ചർച്ച് എവറി സൺഡേ. ചർച്ചിൽ ഇതേ റൂള് തന്നെ. എല്ലാ ഞായറാഴ്ചയും ഞാൻ ചർച്ചിൽ പോകും. എന്നാൽ ഐ വെൻറ്റ് ടു ദ ചർച്ച് യെസ്റ്റർഡേ ടു മീറ്റ് ഫാദർ. കണ്ട, ഒരു പ്രത്യേക ആവശ്യത്തിന് പോകുമെന്ന് പറയുമ്പോൾ ദ ചർച്ച് എന്നാണ് ഉപയോഗിക്കുന്നത്. അവസാനത്തെ ചോദ്യം ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നല്ലേ. സീതാറാം ഈസ് ഡാഷ് പയസ് പേഴ്സൺ ഹൂ ലിവ്സ് ഇൻ ഡാഷ് സ്മാൾ ഹൗസ് നിയർ ദ ടെമ്പിൾ. 2 ആർട്ടിക്കിൾ. ഇപ്പോൾ 2 ടോപ്പിക്ക്, ഒരു ടോപ്പിക്ക് തന്നെ 2 ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഇടുന്നവരെ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം
അങ്ങനെ ചോദിക്കാം, സ്വാഭാവികമാണ്. സീതാറാം ഈസ് എ പയസ് പേഴ്സൺ ഹു ലിവ്സ് ഇൻ എ സ്മാൾ ഹൗസ്. സിമ്പിളസ്റ്റ്. സീതാറാം ഈസ് എ പയസ് പേഴ്സൺ ഹു ലിവ്സ് ഇൻ എ സ്മാൾ ഹൗസ് നിയർ ദ ടെമ്പിൾ. എ ആണ്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ മാരത്തോൺ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാ വിഷയങ്ങളും ചേർത്ത് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി സെറ്റ് ആവണം. 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി എന്തൊക്കെ സഹായം ചെയ്യാവോ അതെല്ലാം ചെയ്യുന്നുണ്ട്. എൻട്രിയിൽ റിവിഷൻ പുരോഗമിക്കുന്നു. 10-25 മെൻറ്റർഷിപ്പ് ബാച്ചുമായിട്ട് റിവിഷൻ പുരോഗമിക്കുകയാണ്. റിവിഷൻ ബാച്ചും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം റിവിഷൻ ബാച്ചിൽ. ഇനി റിവിഷൻ ബാച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബാച്ചുകളിൽ ഇനി ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. ടോപ്പിക്ക് മൊത്തം പഠിക്കാനുള്ള സമയമില്ല. നല്ലൊരു റിവിഷൻ ആഗ്രഹിക്കുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് നമ്മുടെ റിവിഷൻ ബാച്ചിൻ്റെ ഭാഗമാകുക, പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ആശംസകൾ. ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം, എൻട്രി ആപ്പിൻ്റെ ഈ ടീച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് മറ്റുള്ളവരിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തണം, വ്യൂസ് വേണം. കാരണം അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടണം. ഇത് നിങ്ങൾക്ക് പൈസ കൊടുത്തൊന്നും പഠിക്കുമല്ലോ, നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് കിട്ടുകയില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് മാക്സിമം ഉപയോഗിക്കണം. ഫീസ് കൊടുത്ത് പഠിക്കുന്നത് വേറെ, ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് എൻട്രിയുടെ യൂട്യൂബ് ചാനലിലൂടെ. അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് ആർ കെ തഴവ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.